പ്രിയ വിദ്യാർത്ഥികളെ, കുട്ടികളെ, കഴിഞ്ഞ ദിവസം നമ്മൾ കുറച്ച് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് തന്നിരുന്നു. അതിൻ്റെ ആൻസർ പലരും ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ അത് അറിയാത്തവർ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ആൻസർ ചെയ്യുന്നതാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് നിങ്ങളുടെ ഉത്തരം പരിശോധിക്കാം. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, A and B are partners sharing profit and losses in the ratio 3:2. അപ്പോൾ question number 1, old ratio is equal to 3:2. Old ratio 3:2 ആണ്. Then C is admitted into partnership for 1/6 share. CA 1/6 ഷെയറിന് ബിസിനസ്സിലേക്ക് C's share is equal to 1/6. കാൽക്കുലേറ്റ് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. പുതിയ റേഷ്യോ കാണാനാണ് പറയുന്നത്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യനിൽ ആദ്യം റിമൈനിങ് ഷെയർ കാണണം. റിമൈനിങ് ഷെയർ is equal to 5/6. Yes, ന്യൂ ഷെയർ, എയുടെ ന്യൂ ഷെയർ എന്ന് പറയുന്നത് ഓൾഡ് ഷെയർ. റിമൈനിങ് ഷെയർ ഇതാണ് ബാക്കിയുള്ളത്. സിയുടെ ഷെയർ 1/6, ബാക്കിയുള്ള ഷെയർ 5/6. ഈ 5/6 അവരുടെ പഴയ റേഷ്യോയിൽ വീതിക്കുകയാണ്. ഇസിക്കൽ ടു 15 divided by 30. നെക്സ്റ്റ്, B's new share is equal to remaining share 5/6, ഇതാണ് റിമൈനിങ് ഷെയർ, ഇൻറ്റു ഓൾഡ് ഷെയർ 2/5 is equal to 10/30. ഇനി റേഷ്യോയിലേക്ക് കൊണ്ടുവരാൻ ഇത് 30 ആണ്, ഇതും 30 ആണ്. സിയുടെ ഷെയർ 1/6 ആണ്. അതിൻ്റെ താഴെ 30 ആവാൻ ഇവിടെ താഴെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മുകളിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്തിനാ 5? ഇത് 30ലേക്ക് എത്തിക്കാൻ. അപ്പോൾ 30 താഴെ വന്നു, മുകളിൽ 5 വന്നു. ഇപ്പോൾ റേഷ്യോ എന്തായി? 15:10:5. ഒന്നും കൂടി ചെറുതാക്കിയാൽ 3:2:1. 3:2:1 എന്നുള്ളതാണ് ഒന്നും കൂടി ചെറുതാക്കിയാൽ കിട്ടുന്ന റേഷ്യോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 2. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് ഇനി പറയുന്നത്. എ ബി ആൻഡ് സി പാർട്ട്ണർ ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ ഓൾഡ് റേഷ്യോ. അപ്പോൾ ഓൾഡ് റേഷ്യോ കണ്ടാൽ ഉടനെ തന്നെ ഓൾഡ് റേഷ്യോ അങ്ങോട്ട് എഴുതി വെക്കുക. 2:2:1 ഓൾഡ് റേഷ്യോ. ഡി ഈസ് അഡ്മിറ്റഡ്, ഒരു പുതിയ പാർട്ട്ണറെ ബിസിനസ്സിലേക്ക് അഡ്മിറ്റ് ചെയ്തു. ഡി ഈസ് അഡ്മിറ്റഡ് ഫോർ 1/8 ഷെയർ. അപ്പോൾ ഡീസ് ഷെയർ is equal to 1/8 which he acquires entirely from A. അപ്പോൾ എ എന്നുള്ള പാർട്ട്ണറിൽ നിന്ന് മാത്രമാണ് ഫുൾ എയുടെ ഷെയർ. ദി എ, ദി ബി, ദി സി. എക്ക് മാത്രമാണ് ഇവിടെ നഷ്ടം വരുന്നത്. അപ്പോൾ എസ് ന്യൂ ഷെയർ, ഇത് ഫുള്ള് എ. അപ്പോൾ ഇനി എളുപ്പമാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ. എസ് ന്യൂ ഷെയർ ഈസ് ഇക്വൽ ടു ഓൾഡ് ഷെയർ എത്രയായിരുന്നു? 2/5 മൈനസ് 1/8. ഇത് കോമൺ ആയിട്ട് വരുന്നത്, രണ്ടും കോമൺ അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. താഴെ 40, ഞാനിത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ഇതിനോട് ഡിവൈഡ് ചെയ്താൽ 40, താഴെ 40. 2 × 8 16. 5 × 1 മൈനസ് 5 is equal to 11 divided by 40. 11 divided by 40. ഇനി ബീസ് ഷെയർ ഒന്നും ചെയ്യാനില്ല, പക്ഷേ ഇത് 40ലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ 2/5 ആയിരുന്നു. ഈ 5നെ 40ലേക്ക് എത്താൻ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. താഴെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മുകളിലും 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 16/40. ഇനി സീസ് ഷെയർ is equal to
ഓൾഡ് ഷെയർ 1/5. ഇതിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, മുകളിലും 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 8/40. ഇനി ഡീസ് ഷെയർ, ഡിക്ക് കൊടുക്കുന്നത് 1/8 ആണ്. താഴെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, മുകളിലും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്താ ഈ 5 ഇതൊക്കെ കിട്ടാൻ കാരണം? ഇതെങ്ങനെ 8 ഇവിടെ 5? ഈ 5നെ ഈ താഴെയുള്ള 40ലേക്ക് എത്താൻ 8 കൊണ്ട്, ഏതാ 40 എന്തുകൊണ്ട് സെലക്ട് ചെയ്തു? ഇവിടെ കോമൺ ആയിട്ട് ഇതിന് 40 ആണല്ലോ കിട്ടിയത്. അപ്പോൾ ഈ 40 എത്തിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 40ലേക്ക് എത്താൻ 5 കൊണ്ട് 8നെ മൾട്ടിപ്ലൈ ചെയ്തു, 40 കിട്ടി. ഈ താഴെയുള്ള 8 മുകളിലും എഴുതി. അപ്പോൾ 16/40. ഇനി താഴെ ഈ 5നെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 40 കിട്ടി. മുകളിൽ 8, ഇവിടെ 8 ആണ്, 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അപ്പോൾ താഴെ. ഓക്കെ, ഇനി റേഷ്യോ എന്തായിരിക്കും? അപ്പം റേഷ്യോ 11, 16, 8, 5. അതിന് മുകളിലുള്ള എടുത്തെഴുതുക. അപ്പോൾ 11:16:8:5. ഇതാണ് പുതിയ റേഷ്യോ 11:2. അപ്പോൾ ഈ 40 കിട്ടിയത് എങ്ങനെ എന്നുള്ളത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ 40, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിലാണ് നമ്മൾ 40ലേക്ക് എത്തുന്നത്. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ 40 കണ്ടെത്തുന്നത്, ഈ 40 കണ്ടെത്തുന്നത്. ഓക്കെ, ക്ലിയർ ആയി കാണും എന്ന് കരുതുന്നു. നമ്മൾക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3. A and B were partners in a firm sharing profit and losses in the ratio 3:2. Old ratio 3:2. ആദ്യം ഓൾഡ് റേഷ്യോ കിട്ടിയ റേഷ്യോ അങ്ങോട്ട് എഴുതി വെക്കാം. They admitted C for 3/7. C's share 3/7. 3's share 3/7, which he took 2/7 from A. 2/7 from A. എയിൽ നിന്ന് 2/7. അപ്പോൾ ഇതിൻ്റെ 2/7 എയിൽ നിന്ന് കിട്ടുന്നു. അപ്പോൾ എസ് ന്യൂ ഷെയർ നമുക്ക് കാണാം, കാരണം എക്ക് നഷ്ടപ്പെടുന്നത് 2/7 നേരിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ എസ് ന്യൂ ഷെയർ ഇസ് ഇക്വൽ ടു എത്രയായിരുന്നു? ഓൾഡ് ഷെയർ 3/5. അതിൽ നിന്നും 2/7 അടുത്ത ആൾക്ക് കൊടുക്കുന്നു. ക്വസ്റ്റ്യനിൽ അതാ പറയുന്നത് 2/7, വിച്ച് ഹി ടുക്ക് 2/7 ഫ്രം എയിൽ നിന്ന് 2/7 കൊടുക്കുന്നു. എയിൽ നിന്ന് 2/7 കൊടുത്തു കഴിഞ്ഞാൽ ഇതെങ്ങനെ ചെയ്യാം? ഇത് നേരത്തെ പറഞ്ഞ പോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. എങ്ങനെ? ഇത് ഇതിനോട് ഗുണിക്കുക, ഇത് ഇതിനോട് ഗുണിക്കുക, ഇത് ഇതിനോട് ഗുണിക്കുക, ഇത് ഇതിനെയും ഗുണിക്കുക. അപ്പോൾ നമ്മൾക്ക് എത്ര കിട്ടും? താഴെ 35, മുകളിൽ 21 മൈനസ് 10 is equal to 11/35. Next, B's new share is equal to ഓൾഡ് ഷെയർ എത്രയായിരുന്നു? ബിയുടെ 2/5. ഈ 2 ടോട്ടൽ 5 മൈനസ് എത്ര നഷ്ടപ്പെടുന്നത്? 1/7. നേരത്തെ ചെയ്ത പോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ താഴെ 35 വരും, മുകളിൽ 14 മൈനസ് 5. ഇത് ഇതിനെയും ഗുണിച്ചു, ഇത് ഇതിനെയും ഗുണിച്ചു. കിട്ടുന്നത് 9/35. നെക്സ്റ്റ് C's ഷെയർ ഇസ് ഇക്വൽ ടു എത്രയായിരുന്നു? 3/7. ഇതിന് എത്രയിലേക്ക് എത്തണം? 35ലേക്ക് എത്തിക്കണം. അപ്പോൾ താഴെ 5 കൊണ്ട്, മുകളിൽ 5 കൊണ്ട്, അപ്പോൾ 15/35. അപ്പോൾ ന്യൂ റേഷ്യോ നമുക്ക് കാണാം. ന്യൂ റേഷ്യോ ഇസ് ഇക്വൽ ടു 11:9:15. ഇതിനൊന്ന് ചെറുതാക്കാൻ നമുക്ക് കഴിയില്ല.
അതിനെ ചെറുതാക്കാൻ കോമൺ ആയിട്ട് ഡിവൈഡ് ചെയ്യാവുന്ന ഒന്നുമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4. രാധ ആൻഡ് രുക്മിണി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് 3:2. Question number 4. Old ratio 3:2. They admitted Gopi as a new partner. Radha surrendered 1/3 of her share in favor of Gopi. Radha 1/3 of her share രാധ അവരുടെ ഷെയറിൻ്റെ 1/3 ഗോപിക്ക് നൽകുന്നു. അപ്പോൾ രാധയുടെ ഷെയറിൻ്റെ 1/3 നൽകുന്നു എന്ന് പറയുമ്പോൾ രാധാസ് ലോസ് എത്രയെന്ന് നമ്മൾക്ക് കണ്ടെത്താൻ പറ്റണം. രാധാസ് ലോസ്, ആ ലോസ് സാക്രിഫൈസ്, രാധാസ് സാക്രിഫൈസ് എന്ന് എഴുതാം, എളുപ്പത്തിന് ലോസ് എന്ന് എഴുതി. രാധയുടെ ഷെയർ എത്രയായിരുന്നു? രാധയുടെ ഷെയർ ഇതാണ്. രാധയുടെ ഷെയർ 3/5 ഇൻറ്റു എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇതിൽ എത്ര നൽകുന്നുണ്ട്? 1/3 നൽകുന്നുണ്ട്. 1/3 നൽകുന്നു. ഇതാണ് രാധയുടെ ലോസ്. ഇതെങ്ങനെ ചെയ്യാം? മുകളിൽ 3, താഴെ 15. അതുപോലെ രുക്മിണി ലോസ്, അവരുടെ ലോസ് എത്ര വരും? ക്വസ്റ്റ്യനിൽ പറയുന്നു രുക്മിണി സറണ്ടേഴ്സ് 1/4 ഓഫ് ഹർ ഷെയർ ഇൻ ഫേവർ ഓഫ് ഗോപി. 1/4. അപ്പോൾ അവരുടെ പഴയ ഷെയർ എത്രയായിരുന്നു? ഷെയർ 2/5 ഇൻറ്റു 1/4 ഈക്വൽ ടു 2/20. 2/20 താഴെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2/20 ലഭിക്കും. ഇനി നമുക്ക് ന്യൂ റേഷ്യോ കാണാം. ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ന്യൂ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ്. അതുകൊണ്ട് ന്യൂ റേഷ്യോ കാണാം. രാധാസ് ന്യൂ ഷെയർ, രാധയുടെ ന്യൂ ഷെയർ, ന്യൂ റേഷ്യോ കാൽക്കുലേഷനാണ്. നമ്മൾ ആദ്യം രാധ ഓൾഡ് ഷെയർ എത്രയായിരുന്നു? 3/5. ഓൾഡ് ഷെയർ 3/5 മൈനസ് അവരുടെ നഷ്ടം 3/15 ഇസിക്കൽ ടു. അപ്പോൾ എങ്ങനെ പുതിയ ഇത് കാണുക? ഓൾഡ് ഷെയർ മൈനസ് ലോസ്, നഷ്ടം, ഇസിക്കൽ ടു ഇത് താഴെ 15. ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണമെന്നില്ല. ഇത് താഴെ 15 വന്നു. ഈ 5നെ 15ലേക്ക് എത്താൻ, ഇതിലേക്ക് എത്താൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മുകളിൽ ഈ 3 എഴുതി ഇൻറ്റു 3 മൈനസ് ഈ 3 എഴുതി മൾട്ടിപ്ലൈ ചെയ്യാണ്ടോ? 15 തന്നെ അല്ലേ താഴെ, അപ്പോൾ ഒന്നും ചെയ്യണ്ട. അപ്പോൾ നമ്മൾക്ക് കിട്ടുന്ന ഉത്തരം 6/15. നെക്സ്റ്റ് രുക്മിണി. ഓൾഡ് ഷെയർ 2/5 മൈനസ് ലോസ് 2/20 ഇസിക്കൽ ടു താഴെ ഇവിടെ 20 ആണ്. താഴെ 5 താഴെ മുകളിൽ 2 എഴുതി. ഈ 5നെ 20ലേക്ക് എത്താൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൈനസ് 2 ഇതിനെ 20ലേക്ക് എത്താൻ മൾട്ടിപ്ലൈ ചെയ്യണ്ട, ഇൻറ്റു 1 എഴുതേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഈക്വൽ ടു ഇവിടെ 8 മൈനസ് 2 6/20. നെക്സ്റ്റ് ഇനി ആരാളുള്ളത്? ഇനി വരുന്ന ആള് ഗോപിയല്ല അഡ്മിറ്റ് ചെയ്ത്. അതെ, ഗോപിയുടെ ഷെയറാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. രാധയ്ക്ക് എത്ര നഷ്ടപ്പെട്ടു? 3/15. രുക്മിണിക്ക് എത്ര നഷ്ടപ്പെട്ടു? +2/. ഈ രണ്ട് പേരുടെ നഷ്ടവുമാണ് ആർക്കെത്തുന്നത്? ഗോപിക്ക് എത്തുന്നത്.
അപ്പോൾ ഈസ് ഈക്വൽ ടു ഇവിടെ താഴെ ഇവിടെ 15 ഇവിടെ 20 ആണ്. രണ്ടും കൂടി കോമൺ ആയി പോകുന്നത് 60 ആണ്, 60 കോമൺ ആയി പോകുന്നത്. എങ്ങനെ കാൽക്കുലേറ്റ് 20 40ൽ 15 പോലെ 60ൽ ഇതിങ്ങനെ കൂട്ടി കൂട്ടി അങ്ങനെ വന്നതാണ്. അപ്പം ഈ 3 നമ്മൾ ആദ്യം എഴുതി 15 ഇവിടെ 4 വരും. അതുപോലെ പ്ലസ് ഈ 20 60ലേക്ക് എത്താൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മുകളിലെ 2 എഴുതി ഇൻറ്റു 60ലേക്ക് എത്താൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും 12 പ്ലസ് ഇത് 12 ആണല്ലോ, 12 പ്ലസ് 6 18 ഡിവൈഡ് ബൈ 20 18 ഡിവൈഡ് ബൈ 60 18 ഡിവൈഡ് ബൈ 60 ഇങ്ങനെയാണ് വരിക. ഇനി ഇതിനെ നമ്മൾക്കൊരു കോമൺ റേഷ്യോ ആക്കണം. ഞാൻ മുകളിൽ എഴുതുന്നുണ്ട്, കോമൺ റേഷ്യോ ആക്കണം. 6/15 ഈസ് ടു 6/20 ഈസ് ടു 18 ഡിവൈഡ് ബൈ 60 ഇങ്ങനെയാണ് വന്നത്. ഇതിനെ നമുക്ക് കോമൺ ആക്കാം. ഇതിൽ ഈ 60ലേക്ക് എത്തിക്കണം എല്ലാത്തിനെയും. എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ 3 ഇവിടെ 4 അപ്പോൾ എത്ര വരും? 24. ഇത് 24 ഈസ് ടു 18 ഈസ് ടു 18 ഇസ് ഇക്വൽ ടു 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 ഈസ് ടു 3 ഈസ് ടു 3. ആൻസർ 4 ഈസ് ടു 3 ഈസ് ടു 3 എന്നാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ. കുറച്ച് ലെങ്തി, നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 5. Question: Sandeep and Navdeep are partners in a firm sharing profit and losses in the ratio of 5:3, old ratio 5:3. They admit C into firm and the new profit sharing ratio was agreed. New ratio തന്നിട്ടുണ്ട്, C admit ചെയ്തു. New ratio 4:2:1, 4:2:1. കാൽക്കുലേറ്റ് സാക്രിഫൈസിങ് റേഷ്യോ. ഇവിടെ സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേഷനാണ് പറഞ്ഞിട്ടുള്ളത്. സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു, അത് കാണാനുള്ള റേഷ്യോ സാക്രിഫൈസിങ് റേഷ്യോ ഈസ് ഈക്വൽ ടു ഓൾഡ് റേഷ്യോ മൈനസ് ന്യൂ റേഷ്യോ. ഓൾഡ് റേഷ്യോയും ന്യൂ റേഷ്യോയും തന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ കണ്ടെത്താം. ആദ്യം സന്ദീപ്സ് സാക്രിഫൈസ് ഇസ് ഇക്വൽ ടു ഓൾഡ് റേഷ്യോ എത്രയായിരുന്നു? 5/8 മൈനസ് 4 ന്യൂ റേഷ്യോ 4/8 4/8 ഇസ് ഇക്വൽ ടു എത്ര ലെസ് ചെയ്താൽ കിട്ടുക? 1/8. സോറി, ഇത് 7 ആണല്ലോ കിട്ടുക, 8 അല്ലല്ലോ ഇവിടെ വരിക. ഇത് 7 ആണല്ലോ, 7 ആണ് വരിക. ഞാൻ കാൽക്കുലേഷൻ തെറ്റി പോയതാണ്. അപ്പോൾ നമ്മൾക്ക് വരുന്നത് എങ്ങനെ നോക്കാം. താഴെ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 56 മുകളിൽ 5 into 7 മൈനസ് 4 into 8 ഈ 4 into 8 is equal to 35. ഇവിടെ 35 വരും, ഇവിടെ 32 വരും. അപ്പോൾ 3/56. നെക്സ്റ്റ് നവ്ദീപ് ഷെയർ ഇസ് ഇക്വൽ ടു ഓൾഡ് ഷെയർ എത്രയായിരുന്നു? ഓൾഡ് ഷെയർ 3/8 മൈനസ് ന്യൂ ഷെയർ 2/7 ഇസ് ഇക്വൽ ടു 56
21, അതായത് 3 × 7 മൈനസ് 2 × 8 ഇസിക്കൽ ടു ഇത് 21 വരും, ഇത് 21 വരും, ഇത് 16 വരും. 21-ൽ നിന്ന് 16 കുറച്ച് കഴിഞ്ഞാൽ 5/56. സാക്രിഫൈസിങ് റേഷ്യോ ഇസിക്കൽ ടു എത്രയായിരുന്നു ഓൾഡ്? അതെ സാക്രിഫൈസിങ് റേഷ്യോ ഇസിക്കൽ ടു ഇത് രണ്ടുമാണ് എടുക്കേണ്ടത്. 2-നും താഴെ 56 ആണ്. അതുകൊണ്ട് 3:5 എന്നാണ് സാക്രിഫൈസിങ് റേഷ്യോ വരിക. 3:5. Sixth question number 6. Sandeep and Rao. Sixth question. Rao, Swami are partners in a firm sharing profit and losses in the ratio 3:2. They admitted Ravi as a new partner for 1/8 share in profit. The new profit sharing ratio between Rao and Swami 4:3. Calculate new profit sharing ratio and sacrificing ratio. നമ്മൾ ക്ലാസ്സിൽ ചെയ്യാത്ത രൂപത്തിലുള്ളൊരു ക്വസ്റ്റ്യനാണ്. സാക്രിഫൈസിങ് റേഷ്യോയും കാണണം, ന്യൂ റേഷ്യോയും കണ്ടെത്തണം. ഓൾഡ് റേഷ്യോ ഇസിക്കൽ ടു 3:2. രവിയെ അഡ്മിറ്റ് ചെയ്തു. രവീസ് ഷെയർ 1/8. രവീസ് ഷെയർ 1/8. The new profit sharing ratio between Rao and Swami is ന്യൂ റേഷ്യോ അല്ല തന്നിട്ടുള്ളത്. ന്യൂ റേഷ്യോ ബിറ്റ്വീൻ റാവു ആൻഡ് ഈ പഴയ പാർട്ട്നേഴ്സിൻ്റെ ഇടയിലുള്ള പുതിയ റേഷ്യോ, മൊത്തം പുതിയ റേഷ്യോ അല്ല, പഴയ പാർട്ട്നേഴ്സിൻ്റെ ഇടയിലുള്ള ന്യൂ റേഷ്യോ 4:3. ഞാൻ എഴുതി വെക്കുന്നില്ല. കാൽക്കുലേറ്റ് ന്യൂ റേഷ്യോ. ഇപ്പോൾ റിമൈനിങ് ഷെയർ കാണണം ഈ ക്വസ്റ്റ്യനിൽ. റിമൈനിങ് ഷെയർ ഇസിക്കൽ ടു 7/8. 1/8 രവി എടുത്തു, ബാക്കിയുള്ള 7 ആണ്. 7/8 മറ്റ് 2 പാർട്ട്നേഴ്സിനുള്ളതാണ്. ആ മറ്റ് 2 പാർട്ട്നേഴ്സിനുള്ള ഈ റിമൈനിങ് ഷെയറിനെ എങ്ങനെ വീതിക്കണം എന്നാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. 4:3 എന്നുള്ള റേഷ്യോയിലാണ് വീതിക്കേണ്ടത്. 4:3 എന്നുള്ള റേഷ്യോയിൽ ഇതിനെ വീതിക്കണം. അപ്പോൾ നമ്മളെ റാവൂസ് ന്യൂ ഷെയർ, റാവുവിൻ്റെ ന്യൂ ഷെയർ എത്ര വരും? ഇതാണ് അവർക്ക് ബാക്കിയുള്ളത്. അതിനെ ഈ റേഷ്യോയിൽ വീതിക്കാനാണ് പറയുന്നത്. അപ്പോൾ 28/56 റാവു. നെക്സ്റ്റ് സ്വാമീസ് ന്യൂ ഷെയർ ഇസിക്കൽ ടു റിമൈനിങ് ഷെയർ ഇൻറ്റു 3/7 ഇസിക്കൽ ടു 21/56. ഇനി നമ്മൾക്ക് പുതിയ ഷെയറാണ് ഇനി എഴുതേണ്ടത്. അപ്പോഴെല്ലാം റേഷ്യോ എഴുതാൻ പറ്റൂ. രവീസ് ഷെയർ അല്ലെങ്കിൽ ന്യൂ ഷെയർ എന്ന് എഴുതിയാൽ മതി. ആൾക്ക് ന്യൂ എന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. ഷെയർ ഇസിക്കൽ ടു 1/8. ഇതിനെ 56ലേക്ക് എത്താൻ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 7. അപ്പോൾ 7/56. എല്ലാത്തിനും താഴെ നമ്മൾക്ക് കിട്ടി ഒരേ സംഖ്യ. ഇനി നമ്മൾക്ക് 28:21:7 ഇങ്ങനെ കിട്ടി. അതിനെ നമ്മൾ ചുരുക്കി എങ്ങനെയാക്കാം? കോമൺ ഡിവൈഡ് ബൈ 7. ഇവിടെ 1 കിട്ടും, ഇവിടെ 3 കിട്ടും, ഇവിടെ 4 വരും. അപ്പോൾ 1:3 4:3:1. അത് ന്യൂ റേഷ്യോ ആണ്. സാക്രിഫൈസിങ് റേഷ്യോ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട്. സാക്രിഫൈസിങ് റേഷ്യോ കാൽക്കുലേഷൻ ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. നോക്കുക, കാൽക്കുലേഷൻ ഓഫ് സാക്രിഫൈസിങ് റേഷ്യോ. ഓൾഡ് റേഷ്യോ ഈ ക്വസ്റ്റ്യനിൽ ഓൾഡ് റേഷ്യോ 3:2.
ന്യൂ റേഷ്യോ 4:3:1. ഇത് റൗണ്ട് ചെയ്യാനുള്ള കാരണം സാക്രിഫൈസിങ് റേഷ്യോ കാണുമ്പോൾ ഈ മൂന്നാമത്തെ ആള് പുതിയ ആൾക്ക് പുതിയ ന്യൂ പാർട്ട്ണർക്ക് ഒരിക്കലും സാക്രിഫൈസ് ഇല്ല. അതുകൊണ്ട് അവരുടെ സാക്രിഫൈസ് കാണണ്ട. പല കുട്ടികളും നമ്മൾ എക്സാമിനേഷൻ പേപ്പറിലൊക്കെ നോക്കുമ്പോൾ അങ്ങനെ ചെയ്ത് കാണാം. അങ്ങനെ ചെയ്യാൻ പാടില്ല. റാവു സാക്രിഫൈസ്. റാവുവിന്റെ ഓൾഡ് ഷെയർ എത്രയായിരുന്നു? 3/5. ന്യൂ ഷെയർ എത്രയാ? 4/8. ലെസ് ചെയ്തു കഴിഞ്ഞാൽ താഴെ 40 വരും, മുകളിൽ 4. എങ്ങനെ 4 കിട്ടുന്നത്? 3 × 8 24, 5 × 4 20. അപ്പൊ ഈ 24ൽ നിന്ന് 20 കുറച്ചു കഴിഞ്ഞാൽ 4 ആണല്ലോ ലഭിക്കുക. ഇനി സ്വാമീസ് ഓൾഡ് ഷെയർ 2/5 മൈനസ് 3/8. ഇവിടെ കോമൺ 40. 2 × 8 16. അപ്പൊ ഇവിടെ 16 വരും. 3 × 5 15. ഇവിടെ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 1. സാക്രിഫൈസിംഗ് റേഷ്യോ 4:1. സാക്രിഫൈസിംഗ് റേഷ്യോ 4:1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 7th ക്വസ്റ്റ്യൻ ആണ്. ഗുഡ്വിൽ കാൽക്കുലേഷൻ ആണ് ഈ ക്വസ്റ്റ്യനിൽ വരുന്നത്. കാൽക്കുലേറ്റ് ഗുഡ്വിൽ എന്നുള്ള ഭാഗമാണ്. നമുക്ക് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. കമ്പ്യൂട്ട് ദ വാല്യൂ ഓഫ് ഗുഡ്വിൽ. ഗുഡ്വിലിന്റെ വില കണ്ടെത്തുക. ഓൺ ദി ബേസ് ഓഫ് 4 years പർച്ചേസ് ഓഫ് ആവറേജ് പ്രോഫിറ്റ് ഓഫ് ലാസ്റ്റ് 5 years. ആവറേജ് പ്രോഫിറ്റിന്റെ 4 വർഷത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്നതാണ്. പ്രോഫിറ്റ് ഫോർ ലാസ്റ്റ് 5 years. ലാസ്റ്റ് 5 yearsന്റെ പ്രോഫിറ്റ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ ഗുഡ്വിൽ എങ്ങനെ കാണാം? ഗുഡ്വിൽ is equal to sum of profit divided by number of years into number of years purchase. ഇതായിരുന്നു നമ്മുടെ ഫോർമുല. നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. സം ഓഫ് പ്രോഫിറ്റ് നമുക്ക് തന്നത് 40,000, 50,000, അപ്പൊ 90,000. then 60,000, അപ്പോൾ 1,50,000. then 50,000, 2 lakh, and 60,000, 2,60,000, 2,60,000. divide by 5. 5 കൊണ്ട് ഡിവൈഡ് ചെയ്തു. into 4 years purchase. ഇത് എത്ര എന്നുള്ളത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ പെട്ടെന്ന് കിട്ടുമല്ലോ. ഞാനിവിടെ ചെയ്യേണ്ടതില്ല, നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്, പ്രയാസമില്ല. ക്വസ്റ്റ്യൻ നമ്പർ 8. നമ്മൾക്ക് ക്വസ്റ്റ്യനിലൂടെ ഒന്ന് പോകാം, ക്വസ്റ്റ്യൻ ഒന്ന് മനസ്സിലാക്കാം. ഫേംസ് ക്യാപിറ്റൽ ഓഫ് എ ബിസിനസ് ഈസ് 2 lakh. The normal rate of return 15%. During the year 2015, the firm earned a profit of rupees 48,000. Calculate goodwill on the base of 3 years purchase of super profit. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ്വിൽ കാണുമ്പോൾ നമ്മൾ ആദ്യം ആവറേജ് പ്രോഫിറ്റ് ആണ് കാണേണ്ടത്. ആവറേജ് പ്രോഫിറ്റ്. ഈ ക്വസ്റ്റ്യനിൽ 1 വർഷത്തെ പ്രോഫിറ്റേ നമുക്ക് തന്നിട്ടുള്ളൂ. അപ്പൊ ആവറേജ് പ്രോഫിറ്റ് പ്രത്യേകിച്ച് കാണേണ്ടതില്ല. 48,000 ആണ്. ആവറേജ് പ്രോഫിറ്റ് എങ്ങനെ കാണുക? സം ഓഫ് പ്രോഫിറ്റ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് എന്നല്ലേ. 1 വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുള്ളൂ. ഡിവൈഡ് ബൈ 1 is equal to 48,000. അത് പ്രത്യേകിച്ച് കാൽക്കുലേറ്റ് ചെയ്യണ്ട. അപ്പൊ ആവറേജ് പ്രോഫിറ്റിന്റെ കാര്യത്തിൽ ഒരു സംശയം ആവശ്യമില്ല. നെക്സ്റ്റ് നോർമൽ പ്രോഫിറ്റ്. നോർമൽ പ്രോഫിറ്റ് is equal to നോർമൽ പ്രോഫിറ്റ് എത്രയാ? 2 lakh. അവിടെ 2. കാൽക്കുലേറ്റ് ഗുഡ്വിൽ ഓൺ ദ ബേസ് ഓഫ് 3 years പർച്ചേസ് ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡാണ്. അപ്പോ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കാണണം. ആവറേജ് പ്രോഫിറ്റ് 2 lakh into 15%. അപ്പൊ 10% ആണെങ്കിൽ 20,000 ആകും. ഒരു 5% കൂടി കൂട്ടിയാൽ 30,000 കിട്ടും. 30,000. ഇനി സൂപ്പർ പ്രോഫിറ്റ് കാണാം. സൂപ്പർ പ്രോഫിറ്റ് is equal to 48,000 minus 30,000
is equal to 18,000. So goodwill is equal to 18,000 into 4 years purchase ആണല്ലോ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത്. 3 years purchase. 3 years purchase. 4 years അല്ല, 3 years purchase ആണ് പറഞ്ഞത്. അപ്പോ 54,000 ആയിരിക്കും ആൻസർ. ഗുഡ്വിൽ ഇസ് ഇക്വൽ ടു 54,000. ഗുഡ്വിൽ ഇസ് ഇക്വൽ ടു 54 rupees. 54,000 ആണ് ഗുഡ്വിൽ ആയിട്ട് വരിക. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 9th ക്വസ്റ്റ്യൻ നോക്കാം. 9th ക്വസ്റ്റ്യൻ നമ്പർ 9. ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. Rajan and Rajani are partners in a firm. Their capitals were Rajan 3 lakh, Rajani 2 lakh. During the year 2015, the firm earned a profit of 1,50,000. Calculate the value of goodwill of the firm by capitalization method, assuming that normal rate of return is 20%. Capitalization of super profit ഉണ്ട്, capitalization of average profit ഉണ്ട്. നമ്മൾ capitalization of average profitല് ഞാൻ ചെയ്യുന്നു calculation of goodwill. Calculation of goodwill. Average profit ഞാൻ ചെയ്യുന്ന മെത്തേഡ് capitalization of average profit ആണ്. Capitalization of average profit. Capitalization of super profit ഉണ്ട്. രണ്ടും ഏകദേശം ഒരേ രൂപത്തിൽ, സ്റ്റെപ്സിന് ഭയങ്കര വ്യത്യാസം ഉണ്ടെങ്കിലും ഉത്തരം ഒന്നായിരിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ മെത്തേഡ് വെച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാം. ആദ്യം ആവറേജ് പ്രോഫിറ്റ് കാണാം. ആവറേജ് പ്രോഫിറ്റ് is equal to ഇവിടെ during the year 2015 firm earned 1,50,000. വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പൊ 1,50,000 ആവറേജ് പ്രോഫിറ്റ് ആക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പ് ഇതിന്റെ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കണ്ടെത്തുക. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ is equal to 1,50,000 into 100 divided by NRR. ഈ ക്വസ്റ്റ്യൻ 15% അല്ലേ NRR വരുന്നത്. assuming normal rate of return 20%. ക്വസ്റ്റ്യൻ 20% ആണ്. 20% ആകുമ്പോ ഇവിടെ 75 7,50,000. 7,50,000 ആണ് capitalized value. 3. Actual capital employed. Capital ബിസിനസ്സിൽ ഉപയോഗിച്ച capital is equal to രണ്ടുപേരുടെ ക്യാപിറ്റലും കൂടി ഇവിടെ തന്നിട്ടുണ്ട്. 20,000 അതുപോലെ 3 lakh and 2 lakh രണ്ടും കൂടെ ആഡ് ചെയ്താൽ 5 lakh. ഓ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കിട്ടി, ക്യാപിറ്റൽ കിട്ടി. ഇനി നമുക്ക് ഗുഡ്വിൽ കാണാം. ഗുഡ്വിൽ is equal to 7,50,000 minus 5 lakh is equal to 2,50,000. Goodwill is equal to 2,50,000. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നമ്പർ ഓഫ് ഇയേഴ്സ് തരാത്തതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടാവരുത്. ഒരു വർഷത്തെ പ്രോഫിറ്റിനെ ആവറേജ് പ്രോഫിറ്റ് ആക്കി നമുക്ക് എടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ പറയുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 10. Verma and Sharma are partners in a firm sharing profit and losses in the ratio 5:3. They are admitted Ghosh as a new partner for 1/5 share. Ghosh
brings 20,000 as capital and 4,000 as his share of goodwill premium. Give necessary journal entries. Case when the amount of goodwill is retained in the business. അപ്പോൾ വ്യത്യസ്ത കേസുകളായിട്ടാണ് കേസ് എ. വർമ്മ ശർമ്മ പാർട്ട്നേഴ്സ് ആണ്. അവരുടെ ഓൾഡ് റേഷ്യോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ വായിക്കുമ്പോൾ തന്നെ ആ ഓൾഡ് റേഷ്യോ എന്ന് എഴുതി വെക്കുക. ഓൾഡ് റേഷ്യോ ഇസ് ഇക്വൽ ടു 5:3. ന്യൂ പാർട്ട്നേഴ്സ് ഷെയർ ഇസ് ഇക്വൽ ടു Ghosh is equal to 1/5. ഇനി അവരെ കൊണ്ടുവരുന്നത് നമുക്ക് ജേണൽ എഴുതാം. കാരണം ന്യൂ റേഷ്യോ ഇവിടെ പറയാത്തതുകൊണ്ട് സാക്രിഫൈസിംഗ് റേഷ്യോ പ്രത്യേകിച്ച് കാൽക്കുലേറ്റ് ചെയ്യണം. അതല്ലെങ്കിൽ സാക്രിഫൈസിംഗ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യേണ്ടി വരും. ആ സ്റ്റെപ്പാണ് ഇനി ചെയ്യാം. അത് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ജേണലിലേക്ക് പോവാം. കേസ് എ ജേണൽ വരക്കാം. ജേണൽ ഓക്കെ. ഫസ്റ്റ് കൊണ്ടുവരുന്നു. ഘോഷ് ക്യാപിറ്റൽ കൊണ്ടുവരുന്നു, ക്യാഷ് കൊണ്ടുവരുന്നു. ബാങ്ക് ഡെറ്റർ എന്തൊക്കെ കൊണ്ടുവരുന്നുണ്ട്? 4,000ഉം 24,000 കൊണ്ടുവരുന്നുണ്ട്. എങ്ങനെ 24,000 കിട്ടിയേ? 20,000 ക്യാപിറ്റലും അതുപോലെ 4,000 ഗുഡ്വിൽ പ്രീമിയം രണ്ടും കൂടി കൂട്ടിയിട്ടാണ് 24,000 കിട്ടിയത്. ഇനി Ghosh capital is equal to 20,000. Ghosh capital 20,000. Goodwill 4,000. Ghosh brings capital and his share of goodwill. എഴുതി കഴിഞ്ഞ ഉടനെ ഈ ഗുഡ്വില്ലിനെ റൈറ്റ് ഓഫ് ചെയ്യണം. ഈ ഗുഡ്വില്ലിനെ റൈറ്റ് ഓഫ് ചെയ്യണം. ഗുഡ്വിൽ ഡെറ്റർ 4,000. ഈ 4,000 എവിടുന്ന് കിട്ടി? ഈ എമൗണ്ട് ആണ്. ഏത് റേഷ്യോയിൽ? ആർക്ക്? ഈ ഗുഡ്വിൽ പ്രീമിയം പഴയ പാർട്ട്നേഴ്സിന് അവകാശപ്പെട്ടതാണ്. അതുകൊണ്ട് വർമ്മ ആൻഡ് ശർമ്മ, വർമാസ് ക്യാപിറ്റൽ ശർമാസ് ക്യാപിറ്റൽ ഏത് റേഷ്യോയിലാണ്? അവരുടെ സാക്രിഫൈസിംഗ് റേഷ്യോയിലാണ് അതിന് ഡിവൈഡ് ചെയ്യേണ്ടത്. സാക്രിഫൈസിംഗ് റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്ത് എഴുതേണ്ടത്. സാക്രിഫൈസിംഗ് റേഷ്യോ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും എമൗണ്ടുകൾ വരിക? 5:3 എന്നാണ്. 5:3 എന്നുള്ള റേഷ്യോയിൽ അതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 5:3 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 5:3 8 40 500 വരും. അപ്പോൾ 500 വന്നു കഴിഞ്ഞാൽ 2,500 1,500. Goodwill distributed among all the partners in their sacrificing ratio. Goodwill distributed in sacrificing ratio. ഫസ്റ്റ് കേസ് എന്താ പറയുന്നത് നോക്ക് നിങ്ങള്. ഒന്നാമത്തെ കേസ് എ. ഒന്നാമത്തെ കേസ് പറയുന്നത് when the amount of goodwill retained in the ബിസിനസ്സിൽ ഈ ഗുഡ്വിൽ എമൗണ്ട് ബിസിനസ് തന്നെ നിലനിർത്തുകയാണെങ്കിൽ ഇത് മതി ജേണൽ എൻട്രി, അഡീഷണൽ ജേണൽ എൻട്രി വേണ്ട. ഇനി കേസ് ബി when goodwill fully withdrawn by old partners. ഈ ഗുഡ്വിൽ ഫുൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അപ്പൊ ഏതൊക്കെ? ഈ ജേണലും റിപ്പീറ്റ് ചെയ്യണം. ജേണൽ 1 and 2 ഒന്നും രണ്ടും എഴുതണം. പ്രത്യേകിച്ച് ഇനി വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതണ്ടല്ലോ. ഇനി ആ രണ്ടും എഴുതി കഴിഞ്ഞിട്ട് അഡീഷണൽ വീണ്ടും ഒരു ജേണൽ എൻട്രിയും കൂടെ വേണം. മൂന്നാമത്തെ ജേണൽ എൻട്രി എന്തായിരിക്കും? ഈ ഗുഡ്വിൽ വിഡ്രോ ചെയ്യാൻ
അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ മൂന്നാമത്തെ ഈ എൻട്രി മാത്രം എഴുതിയാൽ പോരാ. ഈ എൻട്രി എഴുതണം, ഈ എൻട്രി എഴുതണം, അതിനുശേഷം അഡീഷണൽ ആയിട്ട് എൻട്രി എഴുതണം. ഈ ഗുഡ് വിൽ വിഡ്രോ ചെയ്യാണല്ലോ. ഗുഡ് വിൽ വിഡ്രോ ചെയ്യുമ്പോൾ ഇവരെ ക്യാപിറ്റൽ അക്കൗണ്ട് നേരത്തെ ക്രെഡിറ്റ് ചെയ്തിരുന്നു, അത് നേരെ ഡെബിറ്റ് ചെയ്യാം. വർമാസ് ക്യാപിറ്റൽ, വർമാസ് ക്യാപിറ്റൽ ഡെറ്റർ ശർമാസ് ക്യാപിറ്റൽ ഡെറ്റർ ടു ഗുഡ്വിൽ എന്നല്ല, ടു എന്താ, ബിസിനസ്സിൽ നിന്ന് പൈസ പിൻവലിക്കുകയാണ്, ബിസിനസ്സിൽ നിന്ന് ക്യാഷ് പോകുന്നു. ബാങ്ക് എമൗണ്ട് 2500, 1500, ഈ 4000. നരേഷൻ താഴെ എഴുതാൻ വയ്യാത്തോണ്ട് എഴുതുന്നില്ല. ഗുഡ്വിൽ എമൗണ്ട് വിഡ്രോൺ, ഫുള്ളി വിഡ്രോൺ ബൈ ഓൾഡ് പാർട്ട്നേഴ്സ്. ഗുഡ്വിൽ എമൗണ്ട് ഫുള്ളി വിഡ്രോൺ ബൈ ഓൾഡ് പാർട്ട്നേഴ്സ്. ഇനി ഇതിലെ കേസ് നമ്പർ സി എന്താ? ഹാഫ് ഓഫ് ദ എമൗണ്ട് വിഡ്രോൺ ബൈ ഓൾഡ് പാർട്ട്നേഴ്സ്. ഹാഫ് ഓഫ് ദ എമൗണ്ട് വിഡ്രോൺ എന്ന് പറയുമ്പോ പിന്നെ ഇപ്പൊ എഴുതിയതിന്റെ എമൗണ്ടിന്റെ പകുതി എഴുതുക. സി ഹാഫ് ഓഫ് ദ എമൗണ്ട്. അപ്പോ ആ കേസിൽ ഒന്നാമത്തെ ജേണലും രണ്ടാമത്തെ ജേണലും റിപ്പീറ്റ് ചെയ്യാം. ഒന്നാമത്തെ ജേണൽ രണ്ടാമത്തെ ജേണലും റിപ്പീറ്റ് ചെയ്യാം. മൂന്നാമത്തെ ജേണല് ഇങ്ങനെ വരും. ആരൊക്കെയായിരുന്നു? വർമാസ് ക്യാപിറ്റൽ ആൻഡ് ശർമാസ് ക്യാപിറ്റൽ. വർമാസ് ക്യാപിറ്റൽ, ശർമാസ് ക്യാപിറ്റൽ, വർമാസ് ക്യാപിറ്റൽ ഡെറ്റർ, ശർമാസ് ക്യാപിറ്റൽ ഡെറ്റർ ടു ബാങ്ക്. നേരത്തെ പിന്നെ പിൻവലിച്ച സംഖ്യ, നേരത്തെ സംഖ്യ എത്രയായിരുന്നു? അതിന്റെ നേർ പകുതി എടുക്കുക. 2500 ആയിരുന്നു, അതിന് നേർ പകുതി 1250. 1500 ആയിരുന്നു, അതിന് നേർ പകുതി 750. പിൻവലിച്ച തുക ഗുഡ് വിൽ വിഡ്രോൺ ബൈ ഓൾഡ് പാർട്ട്നേഴ്സ്. നരേഷൻ എഴുതുന്നില്ല, നിങ്ങൾക്ക് അറിയാം. ഡി വെൻ ഗുഡ് വിൽ ഈസ് പെയ്ഡ് പ്രൈവറ്റ്ലി. ഗുഡ് വിൽ പ്രൈവറ്റ് ആയി നൽകുകയാണ്. അത് ബിസിനസ്സിലേക്ക് കാശ് വരുന്നില്ല, ബിസിനസ്സിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യണമെന്നില്ല. അത് സ്വകാര്യമായി ഈ പുതിയ പാർട്ട്ണർ പഴയ പാർട്ട്നേഴ്സിന് നൽകുകയാണ്. അങ്ങനെയുള്ള സമയത്ത് നോ ജേണൽ എൻട്രി, ജേണൽ എൻട്രിയുടെ ആവശ്യമില്ല. ഓക്കെ, ക്ലിയർ ആയി കാണും എന്ന് കരുതുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11. ക്വസ്റ്റ്യൻ നമ്പർ 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ എക്സ് ആൻഡ് വൈ ആർ പാർട്ട്നേഴ്സ് ഷെയറിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസസ് ഇൻ ദ റേഷ്യോ 4:3. അപ്പോൾ അവരുടെ ഓൾഡ് റേഷ്യോ 4:3. They admitted Z into partnership. Z share 1/8. Z brought 20,000 as capital and 7,000 for his 1/8 share of goodwill. Goodwill appears in the books 40,000. നിലവിൽ ഗുഡ്വിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സിലുണ്ട്. അങ്ങനെയെങ്കിൽ ആ ഗുഡ്വില്ലിനെ അങ്ങോട്ട് റൈറ്റ് ഓഫ് ചെയ്യണം ആദ്യം. എങ്ങനെ ഗുഡ്വില്ലിനെ റൈറ്റ് ഓഫ് ചെയ്യുക? ഗുഡ്വില്ലിന് സാധാരണഗതിയിൽ ഡെബിറ്റ് ബാലൻസ് ആയിരിക്കും. ആ ഡെബിറ്റ് ബാലൻസിനെ ക്യാൻസൽ ചെയ്ത് ക്രെഡിറ്റ് ചെയ്യുക. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റും ചെയ്യുക. ക്യാപിറ്റലിന് കുറക്കും. ഗുഡ്വില്ലിനെ ഒരു അസറ്റിനെ ഇല്ലാതാക്കുമ്പോൾ ക്യാപിറ്റലാണ് കുറയുന്നത്. അതുകൊണ്ട് ക്യാപിറ്റൽ കുറയുന്നത് കൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ആദ്യത്തെ ജേണൽ എൻട്രി എക്സ്, സാക്രിഫൈസിങ് റേഷ്യോ ഒന്നും കാൽക്കുലേറ്റ് ചെയ്യണ്ട കേട്ടോ. എക്സ് ക്യാപിറ്റൽ ഡെറ്റർ വൈസ് ക്യാപിറ്റൽ ഡെറ്റർ ടു ഗുഡ്വിൽ. എക്സ് ക്യാപിറ്റൽ ഡെറ്റർ വൈസ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഗുഡ്വിൽ. എത്രയായിരുന്നു എമൗണ്ട്? ഗുഡ്വിൽ എമൗണ്ട് 40,000 റുപ്പീസിനാണ്. ഈ 40,000നെ അവരുടെ ഓൾഡ് റേഷ്യോയിൽ 4:3 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് എഴുതുക. 4:3, 40,000നെ 4:3 എന്നുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്ത് എഴുതാം. 4:3 ഡിവൈഡ് ചെയ്താൽ നിങ്ങൾ ഡിവൈഡ് ചെയ്ത് എഴുതൂ. ഞാനിപ്പോൾ അത് മാനുവലായിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം, സമയമെടുക്കും. അതുകൊണ്ട് ലെങ്ത്ത് കുറക്കാൻ വേണ്ടി, നമ്മൾ വീഡിയോയുടെ ലെങ്ത്ത് കുറക്കാൻ വേണ്ടി ഞാനത് ചെയ്യുന്നില്ല. ഗുഡ്വിൽ റിട്ടേൺ ഓഫ്
എങ്ങനെ ചെയ്യാന്നറിയില്ലേ? എങ്ങനെ ചെയ്യുക? ഇവിടെ കിട്ടുന്ന എമൗണ്ട് എത്ര ആയിരിക്കും? 40,000 ഇൻറ്റു 4/7. അതുപോലെ ഇവിടെ താഴെ കിട്ടുന്ന എത്ര ആയിരിക്കും? 40,000 ഇൻറ്റു 3/7. 4/7 3/7 ഇങ്ങനെ ആയിരിക്കും. അത് വെച്ച് നിങ്ങൾ ചെയ്ത് ഇവിടെ എഴുതാം. ഇനി ഇവിടെ പറയുന്നത്, ഇനി സാധാരണ നേരത്തെ പറഞ്ഞ പോലെ തന്നെയുള്ള എൻട്രീസ് തന്നെയാണ് എഴുതേണ്ടത്. എന്താണ്? ഇയാൾ കൊണ്ടുവരുന്ന ക്യാഷ് എത്രയായിരുന്നു? ഇയാൾ കൊണ്ടുവരുന്ന ക്യാഷ് Z 20,000-ഉം 7,000-ഉം കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റ 27,000. Z's capital 20,000. Goodwill 7,000. നരേഷൻ ഞാൻ എഴുതുന്നില്ല, നിങ്ങൾക്ക് അറിയുണ്ടാകും. നെക്സ്റ്റ് ഈ ഗുഡ്വില്ലിന് റൈറ്റ് ഓഫ് ചെയ്യും. ഗുഡ്വിൽ ഡെറ്റ 7,000 ടു ഓൾഡ് പാർട്ട്നേഴ്സ്. എക്സ് ക്യാപിറ്റൽ 4,000-ഉം 7,000-ഉം. വൈസ് ക്യാപിറ്റൽ 3,000. ഗുഡ്വിൽ റിട്ടേൺ ഓഫ് ഇൻ ദയർ സാക്രിഫൈസിങ് റേഷ്യോ. ക്വസ്റ്റ്യനിൽ സാക്രിഫൈസിങ് റേഷ്യോ കാണണ്ട, കാരണം ഈ രണ്ട് ഡീറ്റെയിൽസേ തന്നുള്ളൂ. ഇത് രണ്ടേ തന്നുള്ളൂ, അതുകൊണ്ട് സാക്രിഫൈസിങ് റേഷ്യോ കാണേണ്ടതില്ല. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 12. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 12. Amar and Samar are partners in a firm sharing profit and losses in the ratio 3:1. They admitted Kanwar for 1/4 share. Kanwar couldn't bring his share of goodwill in cash. ഗുഡ്വിൽ ക്യാഷായി കൊണ്ടുവരാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിൽ ഗുഡ്വിൽ കൊണ്ടുവരാൻ കഴിയുന്നില്ലെങ്കിൽ ഇൻകമിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് ജേണൽ. ഇൻകമിംഗ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ദ ഗുഡ്വിൽ ഓഫ് ദ ഫേം വാല്യൂഡ് അറ്റ് 80,000. ഫേമിൻ്റെ ഗുഡ്വിൽ 80,000 റുപ്പീസ് ആയിട്ട് വാല്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫേംസ് ഗുഡ്വിൽ അതൊന്ന് എഴുതി വെക്കാം. ഫേംസ് goodwill is equal to 80,000. Converse share is equal to 80,000 into 1/4 is equal to 20,000. അപ്പോൾ 20,000 റുപ്പീസാണ് അയാൾ കൊണ്ടുവരേണ്ടിയിരുന്നത്. റെക്കോർഡ് നെസറി ജേണൽ എൻട്രീസ്. അപ്പോൾ ഇവിടെ ക്യാപിറ്റൽ കൊണ്ടുവന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല, ഗുഡ്വിൽ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നുള്ള കാര്യം പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ഗുഡ്വിലിൻ്റെ എൻട്രി എഴുതിയാൽ മതി. ഗുഡ്വിലിൻ്റെ എൻട്രി എങ്ങനെ എഴുതും? കൺവേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ജേണൽ. നമ്മൾ ജേണലാണ് എഴുതുന്നത്. ജേണൽ കൺവേഴ്സ് ക്യാപിറ്റൽ ഡെറ്റർ. അയാൾ കൊണ്ടുവരേണ്ട ക്യാഷ് 20,000 രൂപയായിരുന്നു. ടു അമർ ക്യാപിറ്റൽ സമർ ക്യാപിറ്റൽ. നരേഷൻ അല്ലെങ്കിൽ എമൗണ്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യുക? 3:1 എന്നുള്ള റേഷ്യോ ഡിവൈഡ് ചെയ്യുക. അങ്ങനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 15,000-ഉം 5,000-ഉം 3:1 ആയി. നരേഷൻ കൺവർ അണേബിൾ ടു ബ്രിങ് ഹിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ. അത്ര എഴുതിയാൽ മതി, ഫുൾ കാര്യങ്ങൾ എഴുതണമെന്നില്ല. കൺവർ അണേബിൾ ടു ബ്രിങ് ഹിസ് ഷെയർ ഓഫ് ഗുഡ്വിൽ. നമ്മൾ 11th ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 13. Amit and Vinay are partners in a firm sharing profit and losses in the ratio 3:1. അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 3:1 ആണ്. On 1/1/2017 they admitted Rajan as a partner. Ranjan as a partner. On Ranjan's admission,
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് അമിത് ആൻഡ് വിനയ് ഷോഡ് എ ഡെബിറ്റ് ബാലൻസ്. ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുമ്പോൾ ലോസ്, ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുമ്പോൾ ലോസ് ആണ്. ലോസ്, ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. അതുകൊണ്ട് ലോസ് ആണ്, മാറിപ്പോവരുത്. 40,000. റെക്കോർഡ് നെസസറി ജേണൽ എൻട്രി ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് ദ സെയിം. ഇത് അക്യുമുലേറ്റഡ് ലോസ് ആണ്. അക്യുമുലേറ്റഡ് ലോസ് ആകുമ്പോൾ അതിൻ്റെ സ്പെസിമെൻ ജേണൽ എൻട്രി എന്താ? ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെറ്റർ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. കാരണം ഇത് ഡെബിറ്റ് ബാലൻസ് അല്ലേ. ഡെബിറ്റ് ബാലൻസിനെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ ആ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ ക്രെഡിറ്റ് ചെയ്യണ്ടേ. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. എമൗണ്ട് എത്രയായിരുന്നു? ക്വസ്റ്റനിലെ എമൗണ്ട് 40,000 ആണ്. ഇനി ഡെബിറ്റ് ചെയ്യാം. എന്തൊക്കെയാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്യേണ്ടത് ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ആരൊക്കെ ഓൾഡ് പാർട്ട്നേഴ്സ്? അമിത് ക്യാപിറ്റൽ ആൻഡ് വിനയ്സ് ക്യാപിറ്റൽ. അമിത് ക്യാപിറ്റൽ ആൻഡ് വിനയ്സ് ക്യാപിറ്റൽ. ഇത് രണ്ടും ഡെബിറ്റ് ചെയ്യുക. അപ്പോൾ ലോസ് ആണെങ്കിൽ ഓൾഡ് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുക. ഏത് റേഷ്യോ? ഓൾഡ് റേഷ്യോ എന്ന് പറയുമ്പോൾ 3:1 ആണ് ഇവിടെ റേഷ്യോ. അപ്പോൾ ഇവിടെ 30,000 ആൻഡ് 10,000. നരേഷൻ അക്യുമുലേറ്റഡ് ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡിസ്ട്രിബ്യൂട്ടഡ്. നരേഷൻ എഴുതുക ഡെബിറ്റ് ബാലൻസ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് എഴുതുക. നിങ്ങൾ എഴുതുമ്പോൾ ജേണൽ വരച്ച് എഴുതണം. ഒരു ജേണൽ ആകുമ്പോൾ ആ ജേണൽ വരച്ച് എഴുതണം. ഈ ക്വസ്റ്റ്യനിൽ ഡേറ്റ് തന്നിട്ടുണ്ട്. ഡേറ്റ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഡേറ്റ് ഒന്ന് എഴുതുന്നത് നല്ലതാണ്. നിങ്ങൾ ഡേറ്റ് എഴുതിയില്ല എന്ന് എഴുതി നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് മാർക്കൊന്നും നഷ്ടപ്പെട്ടില്ല, പക്ഷേ എഴുതുന്നത് നല്ലതാണ്.